ഹലോ ഗുഡ് മോർണിംഗ്. കുറേ കാലം കഴിഞ്ഞ് ഒരു ഡെയിലി വ്ളോഗ്. അപ്പോൾ രാവിലെ എണീറ്റുടനെ തന്നെ ഞാൻ കുട്ടികൾക്ക് ടിഫിനും അതേപോലെ തന്നെ ലഞ്ചിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കും. അരിയാണെങ്കിലും പച്ചക്കറികളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ. അടുക്കളയിൽ ചെന്നാൽ ആദ്യം ഒരു കപ്പ് ചായ, അതിനൊപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യും. രാത്രി അത് തന്നെയായിരിക്കും ചിന്ത. അതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ചായ കുടിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം അതൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. പലർക്കും തോന്നും വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് ജോലിയെന്ന്. പക്ഷേ ഒരു വീട്ടമ്മയുടെ ജോലി ഒരിക്കലും അവസാനിക്കില്ല. അവർക്ക് ഓഫീസ് സമയമില്ല, അവർക്ക് അവധി ദിവസമില്ല, അല്ലേ? ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ പറയുന്ന ടോക്ക് ഒരു ചെറിയ മോട്ടിവേഷനാണ്. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും എൻ്റെ ഈ ഒരു വർത്തമാനം കേട്ട് മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വീട്ടമ്മമാർ മാത്രമല്ല കേട്ടോ, എല്ലാ ലേഡീസ്, എല്ലാ വുമൻ, നമ്മളില്ലാതെ ആ ഒരു വീട് ശൂന്യമാണ്. നമ്മുടെ സ്നേഹമില്ലാതെ ആ കുടുംബം പൂർണ്ണമല്ല, ശരിയല്ലേ? നമ്മളൊരു ടീച്ചറാണ്, കുട്ടികൾക്ക് ജീവിതം പഠിപ്പിക്കുന്നവർ. നമ്മളൊരു ഡോക്ടറാണ്, വീട്ടുകാരുടെ വേദന മനസ്സിലാക്കുന്നവർ. നമ്മളൊരു മാനേജറാണ്, എല്ലാ കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത്. നമ്മളൊരു ശക്തിയാണ്, നമ്മളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കണം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ഏജൊക്കെ കഴിയുമ്പോൾ, നമ്മുടെ ഒരു 30+ ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഒരാളോട് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓ, ഇവർക്ക് വേറെ പണിയില്ല, ഇത് എപ്പോഴത്തെ ഉള്ളതല്ലേ. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്കേ അറിയൂ. അത് മാത്രമല്ല, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത്, തൈറോയ്ഡ് ഇഷ്യൂ, നമ്മുടെ ഹോർമോണൽ ഇഷ്യൂ, ഇതൊക്കെ കാരണം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിലൊന്ന് ഞാനും കൂടിയാണ് കേട്ടോ. കാരണം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതേപോലെ തന്നെ പല ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു 5-6 മാസം എന്ന് പറയാം ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അറിയില്ല, എന്താണ് ഏതാണ് എന്ന് അവർക്ക് അറിയില്ല. വെറുതെ ഇരുന്ന് കരയുക, സങ്കടപ്പെടുക, ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയൂ. കാരണം നമ്മളിപ്പോൾ ഒരു ആളോട് പറയുവാണ്, ഞാൻ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് ഇത്ര ഒരു വർഷം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു. അപ്പോൾ അവർ ചിരിക്കും, ഡിപ്രഷനോ, അതെന്തുവാ? അങ്ങനെയൊക്കെ കളിയാക്കാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആ വേദന മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആ വേദന പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ അവരത് കളിയാക്കിയെടുക്കും. അല്ലെങ്കിൽ പറയും, ഓ അത് വിട്ടേക്ക്, അത് കാര്യമാക്കണ്ട, ഓ ഇത് നിനക്ക് എപ്പോഴും ഉള്ളതല്ലേ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത് തന്നെ ആലോചിച്ച് നമ്മുടെ ലൈഫ് എന്തിനാണ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള സപ്ലിമെൻ്റൊക്കെ എടുത്ത് ഒരു രീതിയിലുള്ള മെഡിറ്റേഷൻ എക്സസൈസൊക്കെ ചെയ്ത് ആ സമയത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് പുറത്ത് ഒന്ന് നടക്കാൻ പോവുക. ഒരു ഷോപ്പിംഗ്, നമ്മൾ പൈസ കൊടുത്ത സാധനം മേടിച്ചില്ലെങ്കിലും ഒരു വിൻഡോ ഷോപ്പിങ്ങിന് പോവുക, ഒരു ഗ്ലാസ് കോഫി കുടിക്കാം, നമ്മൾ റിലാക്സ് ആവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് ചെയ്യുക, മണ്ഡല ആർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് ചെയ്യുക. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക. പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ചെടികൾ വളർത്താനും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും, അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുപോകുക. അത് നമുക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് നന്നായിട്ടറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓവർകം ചെയ്യും, പക്ഷെ പിന്നെയും നമ്മൾ സാഡായി പോകും, നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയി പോകും. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡെഫിഷ്യൻസി കാരണം വരുന്ന നമ്മുടെ ഒരു ബുദ്ധിമുട്ട്, അത് ഭയങ്കര പ്രയാസമുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ സപ്ലിമെൻ്റൊക്കെ എടുത്ത് നമ്മളെ തന്നെ മാറ്റാൻ നോക്കാം. നമ്മൾ എങ്ങനെയും ഇച്ചിരി നേരം നിങ്ങൾ ഏത് ദൈവത്തിനാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിന് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ, ചർച്ചിലാണെങ്കിൽ ചർച്ചിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മൈൻഡൊക്കെ നല്ലതായിട്ട് റിലാക്സ് ആക്കി വയ്ക്കുക. നല്ല സോഫ്റ്റ് മ്യൂസിക് കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ്. അങ്ങനെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെ കേൾക്കാൻ ഈ ലോകത്ത് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ.
ഈ ഒരു സ്നാക്ക് കണ്ടില്ലേ, ഇത് നല്ല ടേസ്റ്റി സ്നാക്കാണ്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സ് ഇങ്ങനെ നടുവിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഈ രീതിയിലൊന്ന് വച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഞാനത് മെൽറ്റ് ചെയ്ത് കേട്ടോ. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആൽമണ്ട് ബട്ടർ, ഞാൻ അത് ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്. ആൽമണ്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മിൽക്ക് കോമ്പൗണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അടിപൊളി സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഹെൽത്തിയും കൂടിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന് വെച്ചിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഡിന്നറിന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു മോട്ടിവേഷൻ ടോക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ കാലം അതാണ് വീഡിയോസ് ഒന്നും എനിക്കങ്ങനെ ഇടാൻ പറ്റാത്തത്. പക്ഷേ ഇനി റെഗുലറായിട്ട് ഇടും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ലൈഫ് മുന്നിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. ഇനിയും അടുക്കള വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. എന്നാലേ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് നമ്മുടെ പണികളൊക്കെ നടക്കത്തുള്ളൂ. എന്നാൽ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.